ബാക്ക് വിത്ത് പുതിയൊരു വീഡിയോ. കൂടുതലുള്ളത് iPhone 5s ആണ്. 2013 പുറത്തിറങ്ങിയിട്ട് 7 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ടെക്നോളജിയിലും പെർഫോമൻസിലും ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോണുകളുമായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. നോക്കാം നമുക്ക് എന്തുകൊണ്ടാണ് സ്റ്റിൽ ഈ ഒരു ഫോൺ ഇന്നും ബീസ്റ്റായിട്ട് നിലനിൽക്കുന്നത്. Let me take you for a ride, dancing with the lights, our hearts beating like a drum tonight. Let me take you for a ride, for a ride. ഓക്കെ, ടെക്നോളജി രംഗത്ത് നിന്ന് മൊബൈൽ കമ്പനികൾ 5G നെറ്റ്വർക്കും ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേയും 5 ക്യാമറകളൊക്കെ വെച്ചിട്ട് പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ നമ്മുടെ iPhone 5s വരുന്നത് 4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയിലാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ആൻറ്റി ഫീൽ, ആ ചെറിയൊരു കോമ്പാക്റ്റ് സൈസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ മെയിൻ ഹൈലൈറ്റ്. കുറച്ച് വലിയ ബെസൽസ് ഉണ്ടെങ്കിൽ കൂടിയും എഡ്ജസ്റ്റിൽ വരുന്ന ആ ബോക്സി ഫിനിഷാണ് ഫോണിൻ്റെ ലുക്കിനെ തന്നെ വേറെ ലെവലാക്കുന്നത്. ഈ ഒരു ബോക്സി ഡിസൈൻ എത്രത്തോളം ജനകീയമാണെന്ന് നോക്കാൻ പുതുതായിട്ട് ഇറങ്ങിയ iPhone 12 സീരീസ് എടുത്ത് നോക്കിയാൽ മതി. പുതുതായിട്ട് ഇറങ്ങിയ 4 മോഡൽസിലും ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോക്സി ഫിനിഷ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഫോണിന് പ്രിയമേറും. ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പാനലും ആൻഡ് എഡ്ജസ് ഒക്കെ മെയ്ഡ് ഓഫ് അലൂമിനിയം ആയതുകൊണ്ട് തന്നെ ഫോണിൻ്റെ സ്റ്റൈല് ഇത്തിരി കൂടും. പക്ഷേ ബാക്ക് കവറുടെ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പണി കിട്ടും. അത്യാവശ്യത്തിനുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. ആപ്പിളിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്ക് കറക്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു iPhone 5s. ഏകദേശം 3-4 വർഷത്തെ തുടർച്ചയായ ഉപയോഗം, കണ്ടിന്യൂസ് ഉപയോഗത്തിന് ശേഷവും ഇതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ സ്റ്റിൽ പെർഫെക്റ്റ് ആണ്. ഹോം ബട്ടൺ ആയിക്കോട്ടെ, പവർ ബട്ടൺ ആയിക്കോട്ടെ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ലാതെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. പിന്നെ എടുത്തു വരേണ്ട മറ്റൊന്നാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ്. ഡ്യുവൽ ചാനൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ലൗഡ് നോയ്സ് അതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. പിന്നെ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ മൈക്ക് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. നേരത്തെ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വൺ ഹാൻഡ് യൂസിന് മച്ച് ബെറ്റർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റും. 2013 ഈ ഒരു ഫോൺ പുറത്തിറങ്ങുമ്പോൾ ഇതിലുണ്ടായിരുന്നത് iOS 9 ആയിരുന്നു. തുടർന്നുള്ള അപ്ഡേഷന് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ സ്റ്റിൽ ഇതിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന iOS 12.2 ആണ്. 13 അപ്കമിങ് വേർഷൻ ഇതിൽ കോമ്പാക്റ്റ് ആണ്. ഫോണിൻ്റെ ടച്ച് ഐഡിയെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഫിംഗർ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആണ് കമ്പയർഡ് ടു അത്. നമ്മുടെ 6s ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഡിസൈൻ വൈസിൽ റൗണ്ട് ആയിട്ടുള്ള എഡ്ജും ബോക്സ് ആയിട്ടുള്ള എഡ്ജും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ബോക്സ് ടൈപ്പ് എഡ്ജിനാണ് കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് നൽകുന്നത്. ക്യാമറ മോഡിലേക്ക് വരുമ്പോൾ 8 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും 2.2 മെഗാ പിക്സലിൻ്റെ ഒരു ശോകമായിട്ടുള്ള ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. റിയർ ക്യാമറ അത്യാവശ്യം തിരക്കേടില്ലാത്ത സ്റ്റിൽ ഇന്നിറങ്ങുന്ന 48 MB 64 MBനോടൊക്കെ കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന, വെറുതെ പറഞ്ഞാണ് കോമ്പറ്റേറ്റ് അത്രയും ഇല്ല എന്നാൽ അതുപോലെ തോന്നുന്ന ടൈപ്പിലുള്ള ഒരു 8 മെഗാ പിക്സലിൻ്റെ 1.8 അപ്പർച്ചറിൽ വരുന്ന ക്യാമറയാണ്. ഇനി നമുക്ക് കുറച്ച് സാമ്പിൾസ് നോക്കാം. വീഡിയോ സെക്ഷനിലേക്ക് നമുക്ക് 1080p 30 FPS ആൻഡ് 720p 60 FPS വരെ ഷൂട്ട് ചെയ്യാം. പിന്നെ 5 മിനിറ്റ് ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ തന്നെ അതിൻ്റെ തനി നിറം കാണാം. നല്ലപോലെ ഹീറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലപോലെ ചാർജ് ഇറങ്ങുന്നതായിട്ടും കാണാം. ബാറ്ററി ബാക്കപ്പ് വളരെയധികം കുറവാണ് ഇപ്പോൾ നമ്മൾ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുകയാണെങ്കിലും വീഡിയോസ് കാണുകയാണെങ്കിലൊക്കെ തന്നെ ബാറ്ററിയുടെ കാര്യം വളരെ ദയനീയാവസ്ഥയാണ്. അത്തരത്തിലുള്ള ഒരു ഉപയോഗിക്കുന്ന ഒരാൾ ഈ ഒരു ഫോണിലേക്ക് നോക്കേണ്ടതില്ല. ആപ്പിളിൻ്റെ A7 പ്രോസറാണ് നമ്മുടെ ഒരു ഫോണിനെ പവേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പുകൾ സ്വിച്ച് ചെയ്യുമ്പോഴും ചെറിയ ഗെയിം കളിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് ഒരു ലാഗ് ഇല്ലാതെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്.
ഇനി 2021 ഈ ഒരു ഫോൺ നിങ്ങൾ എടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡറി ഡിവൈസായിട്ട് കോളിംഗ് മറ്റ് പർപ്പസുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹാൻഡി പാക്ക്ഡ് പ്രീമിയം സെഗ്മെൻറ്റ് മോഡൽ തന്നെയാണ് നമ്മുടെ ഈ iPhone 5s. അതെല്ലാം മറ്റേ എൻ്റർടൈൻമെൻറ്റ് പർപ്പസുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ആശാനെ വിട്ടേക്ക്. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.